ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ മാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ മുന്നേ ഔപ്പേറിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് മാസ്റ്റേഴ്സിൻ്റെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മാസ്റ്റേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഔപ്പേറിനെ പറ്റി അറിയാൻ കാരണം ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ഇട്ടത്. ഒരുപാട് പേർക്ക് മാസ്റ്റേഴ്സിനെ പറ്റി അറിയണമെന്ന് എനിക്ക് കമൻസിലൂടെ മനസ്സിലായി. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുറച്ച് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വീഡിയോയിൽ ഒരു പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യം, അതായത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് വേണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ആണെങ്കിൽ വേണ്ട, പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പബ്ലിക് പഠിച്ചാലും പ്രൈവറ്റ് പഠിച്ചാലും നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്തായാലും വേണം. എനിക്കത് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ല, അത് ഞാൻ ആദ്യമേ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അത് ഞാൻ പറയാം. ഇപ്പം നമുക്കിവിടെ ജർമ്മനിയിൽ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് ഉള്ള ഡിഗ്രി എന്തായാലും വേണം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 1 ഇയർ 2 ഇയർ ഒക്കെ ഉള്ള ഡിഗ്രി കോഴ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ 3 ഇയേഴ്സ് തന്നെ പഠിച്ചിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തായാലും വേണം. പിന്നെ നമുക്ക് കോളേജിലുള്ള അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ നമ്മൾ ഈ കോളേജിൽ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അതായത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡൽഹിയിലോട്ട് അയക്കണം. അത് APS സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അതായത് ഒറിജിനലാണ്, അതായത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഒറിജിനലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു APS സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പോൾ നമുക്കതും ഇതിൻ്റെ കൂടെ വെക്കണം. പിന്നെയെന്ന് പറയുമ്പം ഈ ചിലവർ IELTS പഠിച്ചവരുണ്ടാവും. അതുണ്ടെങ്കിൽ അതെന്തായാലും വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് അതെന്തായാലും വെച്ചേ പറ്റുള്ളൂ. ഇപ്പം IELTS ഇല്ലാത്തവർക്ക് പക്ഷേ അഡ്മിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MOI വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ വിസയ്ക്ക് നമ്മൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ IELTSൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് നിർബന്ധമല്ല വെക്കണം എന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഡിഗ്രിയിൽ ഒരു 55% മാർക്ക് മതി. ഒരുപാട് മാർക്ക് വേണം, ഇത്ര ശതമാനം അത്ര അങ്ങനെയൊന്നുമില്ല. ഒരു 55% മാർക്ക് മതി ഡിഗ്രിയിൽ നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു ബാങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പൈസ ഇടണം. എനിക്ക് തോന്നുന്നു 1204 സംതിങ് യൂറോ ആണ് നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിലെ 11.5 ലക്ഷം 12 ലക്ഷം സംതിങ് വരും. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാക്കിയ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ ഇട്ട ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ ഒരു പ്രൂഫ്. അതും നമ്മൾ വിസയുടെ കൂടെ വിസ സബ്മിഷന് പോകുമ്പോൾ നമ്മൾ അതും എന്തായാലും വെക്കണം, കാരണം അത് നിർബന്ധമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്ന പൈസ നമുക്കിവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഓരോ മാസം അവർ ഇത്ര യൂറോ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു 800 900 സംതിങ് യൂറോ വെച്ചിട്ട് നമുക്കവർ മാസം മാസം നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ മാത്രമേ അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിവിടെ വന്നിട്ട് ഒറ്റയടിക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിനെ പറ്റിയിട്ടാണ്. ഇവിടെ പാർട്ട് ടൈം ജോബ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് വീക്ക്ലി 20 hours മാത്രമേ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മന്ത്ലി 80 hours ആണ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ചെയ്യാവൂ. കാരണം നമ്മൾ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങാനും അതായത് ടാക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാവും. ഡീപ്പോർട്ട് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. നമുക്ക് അനുവദിച്ചിട്ടുള്ള പാർട്ട് ടൈം ഇത്രയാണ്. കാരണം നമ്മൾ പഠിക്കാനും കൂടെയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനും സമയം വേണം. സോ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അല്ലാതെയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതെങ്ങാനും എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നമാവും. ടാക്സിൻ്റെയും കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമുക്ക് 20 hours ആണ് നമ്മുടെ പാർട്ട് ടൈം ജോബിന് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിന്. പിന്നെ നമുക്കൊരു എനിക്ക് തോന്നുന്നു അവർലി ഒരു 12.82 യൂറോ ആണ് നമുക്ക് അവർലി നമുക്കിവിടെ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു 1000 യൂറോ അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പാർട്ട് ടൈം ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് പിന്നെ നമുക്ക് ചിലവ് വരുന്നത്, ഇവിടെ ലിവിങ് കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു 800 യൂറോ എങ്കിലും നമുക്ക് ചിലവ് വേണ്ടി വരും. കാരണം നമുക്കിവിടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ അടയ്ക്കാനുണ്ട്. പോരാത്തതിന് നമ്മുടെ അക്കോമഡേഷൻ, ഇവിടെ ഒരു അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ തന്നെ ഒരു 500 യൂറോ എങ്കിലും മിനിമം കൊടുക്കണം. പിന്നെ നമ്മുടെ ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 800 യൂറോ എങ്കിലും നമുക്കൊരു മാസം ഒരാൾക്ക് എന്തായാലും നമുക്ക് ചിലവ് വരും.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ നമ്മൾ മറ്റേ SOP വെക്കുമല്ലോ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വെക്കുമല്ലോ. അതിനകത്ത് നമുക്ക് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ട് ഡിഗ്രി പഠിച്ചു, എന്തിനാണ് ഈ ഡിഗ്രി എടുത്തതെന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും, മോട്ടിവേഷൻ ലെറ്ററൊക്കെ എഴുതുന്ന പോലെ. പക്ഷേ അതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതണം നമ്മളവിടെ ചെന്ന് മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ വന്നിട്ട് ജോലി ചെയ്യാനായിരിക്കും, അവിടെ നിൽക്കും, അവിടെ ജോലി ചെയ്യും എന്നൊന്നും ഒരിക്കലും എഴുതരുത് കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വിസ റിജക്ഷൻ വരും. അതുകൊണ്ട് SOP എഴുതുമ്പം അങ്ങനെ എഴുതാൻ പാടുള്ളൂ. പിന്നെ ജർമ്മൻ മാൻഡേറ്ററി അല്ല, കാരണം ഇവിടെ മിക്ക കോളേജുകളിലും ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ജർമ്മൻ മാൻഡേറ്ററി അല്ല മാസ്റ്റേഴ്സിന്. ഈ ഹൗസ് ബിൽഡിംഗ് പിന്നെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ മാൻഡേറ്ററി ആയിരിക്കും. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഡിഗ്രി ഏത് കോഴ്സ് എടുത്തവർക്കും ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കണമെന്നുണ്ടോ, നമുക്ക് ഏത് മാസ്റ്റേഴ്സ് വേണമെങ്കിലും എടുക്കാവോ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എടുക്കാൻ പറ്റും, പക്ഷെ ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് സ്കോപ്പുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ IT ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ഇവിടെ വന്ന് മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഭയങ്കര സ്കോപ്പാണ്. ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഫ്യൂച്ചറിലേക്ക്. പിന്നെ നമുക്കിവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ഫീസ് അടയ്ക്കണം. പബ്ലിക് യൂണിവേഴ്സിറ്റി വരുമ്പോൾ ഫീസ് എന്നല്ല അതിന് പറയുന്നത്, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അതിനെന്ന് വെച്ചാൽ നമ്മൾ ആ കോളേജിൽ ഇപ്പം നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പം ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രിബ്യൂഷൻ പോലെ കൊടുക്കണം എന്നാണ്. അത് മിനിമം ഒരു 500 euro എങ്കിലും കൊടുക്കണം എന്ന് തോന്നുന്നു. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഓരോ പോലെയാണ്. ചിലരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 350 euro എന്നാണ്, ചിലവർ 500, ചിലവർ 600 എന്നൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു 500-600 euro ഒക്കെ നമ്മൾ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കൊടുക്കണം. സെമസ്റ്റർ വൈസ് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് എന്തായാലും കൊടുക്കണം. പിന്നെ എന്നോട് കുറേ ചോദിച്ചായിരുന്നു നമുക്ക് പഠിത്തവും ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ ചോദിച്ചാൽ കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നു എനിക്കറിയുന്ന ഫ്രണ്ട്സൊക്കെ ഇവിടെ എല്ലാവരും ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാൽ എപ്പോൾ ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ജോലിയിലാണെന്നാണ്. ഇവിടെ അധികം ആൾക്കാരും ക്ലാസ്സിന് പോകുന്നത് കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് അറ്റൻഡൻസ് ഒന്നും ഇവിടെ നിർബന്ധമല്ല, ഇത്ര പെർസെൻറ്റേജ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ സെൽഫായിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നവരുണ്ട്, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ വീട്ടുകാരോട് ചോദിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കൂടുതലും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി അങ്ങനെ പോകുന്നവരാണ്. അപ്പം നമുക്ക് സ്റ്റഡീസും കൂടെ കൊണ്ടുപോകണം, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതിനും കൂടെ ശ്രമിച്ചാലേ നമുക്ക് നടക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് 3 വട്ടം ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കോളേജിൽ നിന്ന് പറഞ്ഞു വിടും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് 3 വട്ടമേ ഇവിടെ നമുക്ക് ഒരു സബ്ജക്റ്റ്, അതായത് ഒരു വട്ടം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വട്ടം റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ 3 വട്ടം മാത്രമേ നമുക്കിവിടെ ആ ഒരു സബ്ജക്റ്റിന് വീണ്ടും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 3ാമത്തെ വട്ടം ഫെയിലായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം ചില യൂണിവേഴ്സിറ്റികൾ അവർ പറയും 3ാമത്തെ വട്ടം നമ്മൾ എഴുതാൻ പോകുന്നെങ്കിൽ അവർ ആദ്യമേ പറയും വേറൊരു കോഴ്സ് കണ്ടു വെക്കാൻ. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ കോഴ്സിലോട്ട് മാറാം. കാരണം നമ്മൾക്ക് ഇത് കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ കോളേജിൽ നമ്മൾ പറഞ്ഞു വിടും, പിന്നെ നമുക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വേറൊരു കോഴ്സ് കണ്ടു വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റികളിലും പോവാം. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും, അതായത് നമ്മൾ ഈ പഠിച്ച സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഫെയിലായ സബ്ജക്റ്റ് ഇല്ലാത്ത കോഴ്സായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി 3 വട്ടം നമ്മൾ ആ സബ്ജക്റ്റ് എഴുതി തോറ്റു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റി പോയാലും നമ്മൾ ഓൾറെഡി അതിൽ ഫെയിലാണ്, നമുക്കിനി അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സബ്ജക്റ്റ് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ കണ്ടു വയ്ക്കണം. 3ാമത്തെ വട്ടവും എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യമേ കണ്ടു വയ്ക്കണം. ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം പഠിക്കുകയും വേണം, ജസ്റ്റ് പാസ്സായാലും മതി, ഭയങ്കര മാർക്ക് വേണമെന്നൊന്നുമില്ല. പക്ഷേ പാസ്സാവാനുള്ളതെങ്കിലും നമ്മൾ പഠിക്കണം. പാർട്ട് ടൈം ജോലിയുടെ കൂടെ പഠിക്കാനും നമ്മൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിന് നമ്മൾ ശ്രമിക്കണം. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം, ഇവിടെ അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷൻ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നമുക്ക് FBയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ് വരും. അതുവഴി നമുക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് അക്കോമഡേഷൻ ചിലവരിങ്ങനെ ആഡായിട്ടും കുറേ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്ലേ സ്റ്റോറിൽ വേഗേ എന്ന് പറഞ്ഞൊരു ആപ്പും പിന്നെ മൊബിലി പിന്നെ സ്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആപ്പൊക്കെ കിട്ടും പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അതിനകത്ത് കയറിയാലും നമുക്കിതുപോലെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ മിക്കവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയുന്ന ഒരുപാട് പേര് കാണുമായിരിക്കുമല്ലോ, അപ്പോൾ അവർ വഴി നമുക്ക് അതുപോലെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷന് ശേഷം ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഇപ്പം നല്ല കോമ്പറ്റീഷനാണ് ഇവിടെ, പ്രത്യേകിച്ച് IT എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും ബാക്കിയുള്ളതിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്, കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഗ്രാജുവേഷന് ശേഷം. പക്ഷെ ജോലി കിട്ടും, പക്ഷെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവേഷന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്നൊരു സംഭവമുണ്ട്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും. നമുക്ക് ഗ്രാജുവേഷന് ശേഷം ഒരു 18 മന്ത്സ് ജോബ് സീക്കിംഗ് വിസ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 18 മന്ത്സിനുള്ളിൽ നമുക്കൊരു ജോലി കണ്ടുപിടിച്ച് നമുക്കിവിടെ നിൽക്കാവുന്നതാണ് അതിന് ശേഷമാണെങ്കിലും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, പിന്നെ എൻ്റെയും സംശയമായിരുന്നു അത്. അതായത് നമ്മളിവിടെ വരുമ്പോൾ ജർമ്മനിയിൽ വരുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണോ എന്നുള്ളത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ജർമ്മനിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം, അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല അതിന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണല്ലോ ഇവിടെ വരിക. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറ്റുമോ, അതോ നാട്ടിൽ പോയിട്ടാണോ ചെയ്യേണ്ടേ എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് ചിലവരുണ്ട്, നമുക്ക് ചിലപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചിലവരുണ്ട് ഇതുപോലെ മാസ്റ്റേഴ്സ് എടുത്ത് എന്തെങ്കിലും കോഴ്സ് എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നിന്നുകൊണ്ട് ജോലി കണ്ടുപിടിച്ചിട്ട് ആ കമ്പനി നമുക്ക് ഫുൾ ടൈം ജോബ് ഓഫർ ചെയ്ത് അവർ വിസയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കോളേജിൽ നിന്ന് ആ കോഴ്സ് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് തന്നെ ആ കോഴ്സിൽ നിന്ന് പോകാവുന്നതാണ്. എന്നിട്ട് നമുക്കിതുപോലെ വിസ, അതായത് വർക്ക് വിസയിലോട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. അത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫുൾ ടൈം ജോബ് എവിടെയെങ്കിലും ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലോട്ട് മാറാം. അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ APS സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതറിയാതെ ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ്, അതായത് ഔപ്പേറൊക്കെ ആയിട്ട് വന്നിട്ട് മാസ്റ്റേഴ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും നമുക്കിതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കോപ്പി അയച്ചാൽ മതി, ഒറിജിനൽ അയക്കണമെന്നില്ല. കോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ഡൽഹിയിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഓൺലൈനായിട്ട് ഇതുപോലെ നമ്മുടെ ഇമെയിലിൽ അവർ സംഭവം അയച്ചു തരും. APS സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ചിലർക്കത് അറിയില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനിതുപോലെ മാസ്റ്റേഴ്സ് നോക്കാനാണ്. അപ്പോൾ എനിക്കിതുപോലെ ഇനി ഇവിടെ നിന്ന് വേണം അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ചോദിച്ച് എനിക്ക് അറിഞ്ഞിട്ടുള്ള, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിലും എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. ഇതാർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിലും എനിക്ക് കമൻസ് ആയിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കുന്നതിലും. പിന്നെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ജോലി കാരണം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ടാണ് ഇത് ഓൾറെഡി ഞാൻ കുറേ നാൾ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.